സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. അപ്പോളേ നമ്മൾ വൈകുന്നേരത്ത് ഇങ്ങനെ മണ്ണാർക്കാടൊക്കെ ഇങ്ങനെ ഇറങ്ങാറുണ്ട്. അപ്പോൾ വണ്ടികൾ പോണത് കാണാൻ ഒരു രസമാണ്. അപ്പോൾ ഓരോ കാട്ടിക്കൂട്ടിലായിട്ടാണ് പോവാറ് സാധാരണ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരളം എന്ന് പറയുന്ന എന്താ പറയുക, വിദ്യാഭ്യാസം ഒരുപാട് കൂടിപ്പോയ ഒരു നാടാണ് നമ്മുടെ കേരളം. അനാവശ്യമായിട്ട് മാത്രം ചെയ്യുന്ന ഓരോ എന്താ പറയുക ഘടനകൾ, ഓരോ രീതികൾ, ഓരോ മാറ്റപ്പെടുത്താനാവാൻ പറ്റാത്ത ഓരോ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ദിവസം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ രാഷ്ട്രീയം എവിടേക്കാണ് പോണത്, അല്ലെങ്കിൽ രാഷ്ട്രീയ മുന്നേറ്റം എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒന്നാമത് ഇലക്ഷൻ നടക്കുകയാണ്. ഇലക്ഷൻ്റെ പ്രചാരണങ്ങളായിട്ട് നടക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവരെ എന്താ പറയുക അപമാനിച്ച് വിജയം നേടുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശമാണ്. അതിപ്പോൾ ഏത് പാർട്ടി ആയിക്കോട്ടെ, ജയിക്കണം എന്നുള്ളൊരു പാർട്ടിയാണെങ്കിൽ പരമാവധി നമ്മൾ പിന്നെ ഓരോ ആൾക്കാർ, അതായത് ജയിക്കാൻ പോകും എന്നുള്ളൊരു ഉദ്ദേശം ആ പാർട്ടിക്ക് ഉണ്ടെങ്കിൽ, മറ്റേ എതിർ പാർട്ടി ജയിക്കും എന്നുള്ളൊരു വിശ്വാസം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ സന്ദേശം എന്ന് പറഞ്ഞ സിനിമയിൽ കാണിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു ബലാത്സംഗ കേസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ കേസോ ഒക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വരും. അപ്പോൾ പരാതി കൊടുത്തിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് തന്നെ മണ്ട ധരിക്കും. ഈ രാഹുൽ ഇത്രയും മോശമായിരുന്ന ഒരാളായിരുന്നോ എന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം കുറേ ന്യായീകരിച്ചിട്ടുണ്ട് ഞാൻ. അതായത് രാഹുൽ അങ്ങനെ ചെയ്യില്ല, അല്ലെ രാഹുൽ അങ്ങനെ ചെയ്യില്ല എന്ന് മാത്രമല്ല, നമ്മളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ ഒരു സ്ത്രീയെ നോക്കാതിരിക്കുക, ചിരിക്കാതിരിക്കുക, ഫോൺ നമ്പർ പരസ്പരം കൊടുക്കാതിരിക്കുക, ഒന്നും അങ്ങനെ ചെയ്തായിട്ട് നമ്മൾ പറയുന്നില്ല ശരിക്കും. പക്ഷേ ഒരു സ്ത്രീ നമ്പർ കൊടുക്കാതെ നമ്മളൊരിക്കലും പോയിട്ട് ആ ഫോണിലേക്ക് വിളിക്കില്ല. പിന്നെ അത് മാത്രമല്ല, നമുക്ക് തെറ്റായ എന്തെങ്കിലും ഒരു കാര്യം വരികയാണെങ്കിൽ, നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്കത് അപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഫോണിലുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചാറ്റുകൾ, ഓഡിയോ ക്ലിപ്പ് പിന്നെ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരുപാട് മാധ്യമങ്ങൾ വാർത്തയിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? കാരണം ഒരാളെ സമ്മതമില്ലാതെ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് നിരന്തരമായിട്ട് വേട്ടയാടുക. എന്നാൽ പിന്നെ ഇയാളെ ഇങ്ങോട്ട് തൂക്കിക്കൊല്ലുകയായിരുന്നു ഏറ്റവും നല്ലത്, ഇല്ല പൊതുസമൂഹത്തിൽ വെച്ചിട്ട് കല്ലെറിയായിരുന്നു നല്ലത്. ഇത് അതിനേക്കാട്ടിലും വലിയൊരു വേദനയാണ്. നമ്മളിപ്പോൾ ഒരാളെ ഞാൻ ആദ്യം പറഞ്ഞത് ന്യായീകരിക്കല്ല, പക്ഷെ എന്നിരുന്നാലും പിന്നെ ഈ ഒരു ഇത്രയും സ്ത്രീകളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് ഓരോ വാർത്താ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലും മലയാളം ന്യൂസ് 27 എന്ന് പറഞ്ഞ ചാനലുമാണ്. നമ്മളിപ്പോൾ ചാനലിനെ കുറിച്ചിട്ടൊന്നും പറയില്ല, പക്ഷേ ഇത്രയൊക്കെ മോശമാക്കിയിട്ട് രാഹുൽ ചെയ്തിട്ടുണ്ടോ, അത് പൂർണ്ണമായിട്ടുള്ളൊരു അന്വേഷണം, തെളിവ് ഒന്നുമില്ലാതെ ഇവർ സ്വയം വാർത്തയിൽ ഇങ്ങനെ എന്താ നിലവിളിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം പിന്നെ ലൈംഗിക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ വാർത്ത തന്നെ തുടങ്ങണത്. ശരിക്കും വാർത്താ മാധ്യമങ്ങൾക്ക് അങ്ങനെ പറയാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. പക്ഷെ അവരത് ജനങ്ങളുടെ മുന്നിൽ ഈ സർക്കാർ തന്നെ എത്തിക്കുകയാണ്. അങ്ങനെ പറയുണ്ടോ എന്ന് പറഞ്ഞിട്ട് 2 ചാനലുകാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ ചാനലുകാർ പിന്നെ ഇത് താങ്ങാതിരിക്കാനുള്ള വഴിയില്ല അവർക്ക്. കാരണം ഞങ്ങൾ കൊടുത്ത ന്യൂസ് നിങ്ങളെന്താ കൊടുക്കാത്തത് ചോദിച്ചു. ഇതിൽ ഭയങ്കര പോര് തന്നെയാണ് ഈ ചാനൽ. ഇപ്പോൾ അമ്മായിമ്മ മരുവോള് പോര് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര മത്സരമാണ് ഇവർ തമ്മിൽ. കാരണം ആർക്കാണ് കൂടുതൽ ചാനൽ റേറ്റിംഗ് കിട്ടുക എന്നൊക്കെ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പോൾ ഇന്നലെ നമ്മുടെ 24ത്തെ MD ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ ഒരു പരാതി കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഫോൺ ഫാമിംഗ് ആണ് വ്യൂവേഴ്സിന് കൂട്ടാനുള്ളൊരു പദ്ധതി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ വേറൊന്ന് പറയട്ടെ, നമ്മുടെ ആഭ്യന്തരം ഭരിക്കുന്ന ആരാണ് എന്നുള്ളൊരു ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണത്. കാരണം ഒരു മന്ത്രിയായി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഈ കാലത്ത് ലോകത്ത് നമുക്ക് എന്ത് വേണം നടത്താം. ഇപ്പോൾ എത്രയോ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ട് എത്രയോ ലക്ഷം കോടി രൂപയാണ് നമ്മുടെ കേരളത്തിന് കടമെടുത്തിട്ടുള്ളത്. ഇതൊന്നും ആരും ചോദിക്കണില്ല, വാർത്താക്കാർ ഇതൊന്നും ആരും ചോദിക്കണില്ല. നമുക്ക് പിന്നെ ആവശ്യമുള്ള സാധനങ്ങളൊന്നും നമ്മളെ
പിന്നെ കടകളിലോ അല്ലെങ്കിൽ ആവശ്യം സപ്ലൈക്കോയിലോ ഒന്നും വരുന്നില്ല. ഒരുപാട് ബാധ്യതകൾ നമുക്ക് കൂട്ടി തന്നിട്ട് ഈ സർക്കാർ ഖജനാവിലേക്ക് കൊണ്ടുപോയി പൈസയൊക്കെ ഇവരൊക്കെ തുലയ്ക്കാണ്. ഇപ്പോൾ ലോട്ടറി മദ്യത്തു നിന്നാണ് നമ്മുടെ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ ഈ മന്ത്രി അടക്കം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ചിലവിനുള്ള പൈസ കിട്ടുന്നത്. അപ്പോൾ മണ്ടന്മാരായ അണികളും മണ്ടന്മാരായ ജനങ്ങളുമാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ വരുമാന മാർഗം ആയിട്ട് ഈ സർക്കാർ ജനങ്ങളെ ഉണ്ടാക്കിയത്, വോട്ട് ചെയ്യിപ്പിച്ചിട്ട്. അപ്പോൾ കേസുകൾ പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിന് ഇഷ്ടംപോലെ കേസുകളുണ്ട്. കാരണം തുടക്കം തൊട്ടേ പറയുകയാണെങ്കിൽ നിയമസഭ തല്ലിപ്പൊളിച്ച ആൾക്കാരുണ്ടല്ലോ, അവർക്കെതിരെ എത്രയോ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടാണ് ഇവർ നിയമസഭയത്തെ കേസും കാര്യങ്ങളൊക്കെ ഒതുക്കി തീർക്കണത്. അത് മാസം 16 ലക്ഷം 20 ലക്ഷം റുപ്യ വക്കീലിന് കൊടുക്കണം. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം. അപ്പോൾ ഈ പൈസയൊക്കെ ആരാണ് കൊണ്ടുപോകണത്, എന്തിനാണ് കൊണ്ടുപോകണത്, അല്ല എവിടേക്കാണ് കൊണ്ടുപോകണത് എന്നൊക്കെ നമ്മൾ ചോദിക്കണം. ഈ വാർത്താക്കാരതൊന്നും ചോദിക്കില്ല. ഇവരൊക്കെ അത് മൂടി വയ്ക്കും. ജനങ്ങളെ പൊതുവായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ എന്താ പറയുക സർക്കാരിൻ്റെ ഓരോ നീക്കുപോക്കുകൾ. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മുടെ ജനങ്ങൾക്കില്ലാതെ ആയോ എന്നാണിപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടം എറണാകുളത്ത് എത്തി. അതിന് മുന്നേ രാഹുൽ മാങ്കൂട്ടം നാട് വിട്ടു, MLA ഓഫീസ് പൂട്ടി, അവർ എവിടേക്കോ പോയി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ രാഹുൽ മാങ്കൂട്ടം വാർത്താമാധ്യമങ്ങളിൽ അല്ലെ അവരെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ എന്താ പറയുക മാനസികമായിട്ട് മാത്രമല്ല, എന്താ പറയുക നമ്മുടെ ജീവിതത്തെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഇവർ വാർത്തക്കാർ ചോദിക്കുന്നത്. പ്രത്യേകിച്ച് കൈരളി, അതേപോലെ എന്താ പറയുക റിപ്പോർട്ടർ ചാനൽ, ഇവരൊക്കെ ഭയങ്കര എന്താ പറയുക ദാഷ്ട്യത്തോട് കൂടിയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. കാരണം ഒരാളെ വായിന്ന് വേണ്ടാത്തൊരു വാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ നടക്കുന്നത്. അപ്പോൾ ഇവർ വാർത്താ മാധ്യമങ്ങൾ എന്നാണോ പറയേണ്ടത്, അതോ ശരിക്കും എന്താ പറയുക ഷേവ് ചെയ്യുന്ന ആൾക്കാർ എന്നാണോ പറയേണ്ടത്? അത് ക്ഷമിക്കണം. കാരണം അങ്ങനത്തെ ഒരു വാക്ക് ഇങ്ങനെ പ്രയോഗിച്ചാൽ നമ്മുടെ വാർത്താ മാധ്യമങ്ങൾക്ക് തന്നെയാണ് ഇതിൽ പ്രധാന പങ്കായിട്ടുള്ളത്. എന്നിരുന്നാലും കുറേയൊക്കെ ഈ വാർത്താ മാധ്യമക്കാർ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അവർക്ക് ജേർണലിസം പഠിച്ച ആൾക്കാരല്ലേ. ഇപ്പോൾ മുകേഷ്, അതേപോലെ വേറെ 2, 3, 4, 5 പേര് പിന്നെ LDFൻ്റെ ആളുകളായിട്ടുള്ള ആൾക്കാർ പീഡിപ്പിച്ചിട്ട് കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ട് കേസെടുത്തിട്ടില്ല. അപ്പോൾ കേസെടുക്കാത്തതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ കേസെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മന്ത്രിസഭ തന്നെ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. അതാണ് ശരിക്കും ഉള്ളൊരു സത്യം. ഇപ്പോൾ പിന്നെ ശബരിമല സ്വർണ്ണ കവർച്ച കേസ്, അതായത് സ്വർണം ചെമ്പാക്കിയ വിദ്യ, അത് ഏകദേശം ജനങ്ങൾ അറിയാൻ തുടങ്ങി, വാർത്താക്കാർ വിടുന്നില്ല. അതായത് അതിനോടനുബന്ധിച്ചിട്ടുള്ള, അതായത് സർക്കാരിനോടുള്ള കൂറ് കാണിക്കുന്ന വാർത്താ ചാനലുകാർ ഇത് മാത്രം വിടുന്നില്ല. പക്ഷെ ബാക്കിയുള്ള ചാനലുകാർ, ബാക്കിയുള്ള ആളുകൾ ഇതൊക്കെ ശരിക്കും എന്താ പറയുക തെരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അത് സർക്കാർ പേടിച്ചു പോയി. പിന്നെ അവസാനം പിടിച്ചത് ആരാണ്? പത്മകുമാറോ അങ്ങനെ വേറെ ആരൊക്കെയാണ് ഇതിൽ അവസാനം വന്നിട്ടുള്ള ആൾ. അപ്പോൾ ഈ അവസാനം വന്നിട്ടുള്ള ആൾ പറഞ്ഞാൽ എന്താ അറിയോ, ഇത് നമ്മളിപ്പോൾ പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ പൊളിഞ്ഞു പോകുന്ന പറയണത്, LDFൻ്റെ സിസ്റ്റം തന്നെ പോകുന്ന പറയണത്. അപ്പോൾ അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു എന്നറിയോ, ഏതോ ഒരു തട്ടിക്കൂട്ട് പെണ്ണിനെ പിടിച്ചിട്ട് ഒരു AI വോയിസ് ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് ആ പെണ്ണ് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഒരാളെ തേജോവധം ചെയ്യാം. അത് മാത്രമല്ല, നമ്മളൊക്കെ ഇപ്പോൾ എന്താ പറയുക ഓൺലൈൻ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം നിരവധി തട്ടിപ്പുകൾ ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഫേക്ക് ആപ്പ് വെച്ചിട്ട് ഗൂഗിൾ പേയിൽ മെസ്സേജ് അയക്കുന്ന രീതി നമ്മൾ കുറച്ച് ദിവസം മുന്നേ കണ്ടു. ഫേക്ക് ആപ്പാണത്. അതിൽ നമ്മൾ അക്കൗണ്ട് കാര്യങ്ങളെല്ലാതും ഒരു ഗൂഗിൾ പേയിൽ അല്ലെങ്കിൽ ഒരു PayTM എന്തൊക്കെ ഉണ്ടോ ആ രീതിയിലുള്ള എല്ലാ രീതിയും അതിലുണ്ട്. അപ്പോൾ അതിന്ന് പോലും ഇവർക്ക് അത് എന്താ പറയുക സെക്യൂറായിട്ട് മാറ്റാനോ അല്ലെങ്കിൽ നിലനിർത്താനോ കഴിഞ്ഞിട്ടില്ലാത്തൊരു സാങ്കേതിക വിദ്യയാണ്. എന്നിട്ട് അങ്ങനത്തെ ഒരു കാലത്ത് ഇപ്പോൾ ഒരു AI ചാറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എന്താ പറയുക, മോഹൻലാൽ പറഞ്ഞ പോലെ എനിക്ക് പൂ പറിക്കുന്ന
ഉള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതേപോലുള്ളൊരു കാര്യം നമുക്ക് വരുമ്പോൾ ഇത് നമ്മൾ മാറി ചിന്തിക്കുന്നില്ല. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, ഈ സർക്കാർ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ? അതായത് വാർത്തകൾ തുറന്നാൽ ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും ഇൻസ്റ്റഗ്രാം തുറന്നാലും ഇതന്നെ വരുന്നത് മൊത്തം ഈ ലൈംഗികത്തിൻ്റെ പ്രശ്നം, ലൈംഗിക ദാരിദ്ര്യം പിടിച്ചിട്ടുള്ള വാർത്തകൾ മാത്രമേ വരുന്നത്. ഒക്കെ ഈ അവിടെ പീഡനം, ഇവിടെ ബലാത്സംഗം, അവിടെ വെട്ടിക്കൊന്നു, അപ്പുറത്ത് കുത്തിക്കൊന്നു, ഇപ്പുറത്ത് ഒളിച്ചോടിപ്പോയി, ഇപ്പുറത്ത് ഭാര്യ പിന്നെ അല്ലെങ്കിൽ കാമുകൻ അല്ലെങ്കിൽ സഹോദരി എന്നുള്ള വാർത്തയിലൊക്കെയാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും നിർത്താനായില്ലേ ഈ വാർത്താ മാധ്യമക്കാർക്ക്? കാരണം ഇത് രാവിലെ നമ്മളൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഉണരുമ്പോൾ നമുക്ക് കേൾക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വാർത്തയാണ്. ഈ വാർത്തയ്ക്ക് പകരം ഇവർ രാവിലെ എണീച്ച് നമ്മൾ ഇനി വീട്ടുകാരാവും അധികം ഓണാക്കിയിട്ടുണ്ടാവുക ടി വി, അവർക്ക് വാർത്താ ന്യൂസ് കാണാൻ ചിലപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ. ഇത് തുറന്നു കഴിഞ്ഞാൽ അവിടെ രാഹുൽ വന്ന് പീഡിപ്പിച്ചു, ഇപ്പുറത്ത് രാഹുൽ 15 പേരെ പീഡിപ്പിച്ചു, അപ്പുറത്ത് രാഹുൽ ഇങ്ങോട്ട് പോയി. ഇവർക്ക് ഈ രാഹുലിൻ്റെ ഇത് താങ്ങി നടക്കല്ലാതെ വേറെ കേരളത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാനും പറയാനുണ്ട്. ഇതിപ്പോൾ ഒരു ചാനലിട്ട് കഴിഞ്ഞാൽ മറ്റേ ചാനലിട്ടായിരിക്കാനുള്ള കോലല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇതിവരിങ്ങനെ എന്താ പറയണത്, ആകെ നട്ടം തിരിഞ്ഞ് നടക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ വേറെ ഒരു സത്യമായൊരു വാക്ക് ഞാൻ പറയട്ടെ, ഇത് കണ്ടിട്ട് ഈ കോലാഹലങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ VS അച്യുതാനന്ദനും നമ്മുടെ ഉമ്മൻചാണ്ടി സാറും അവിടെ പരലോകത്ത് ഇരുന്നിട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും. കാരണം ഞാൻ നിങ്ങളുടെ എത്രയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടും നിങ്ങൾ എന്നെ ഒറ്റി കൊടുത്തില്ലേ എന്നുള്ളൊരു എന്താ പറയുക പുച്ഛത്തോടു കൂടി മൂപ്പര് അവിടെ നിന്ന് ചിരിക്കുന്നുണ്ടാവും സത്യം. കാരണം അത്രയും നമ്മൾ ഈ കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാർ വരുന്നതിന് മുന്നേ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് അവർ നമുക്ക് തന്നൊരു വാക്കാണ് LDF വരും, എല്ലാം ശരിയാകും. എവിടെ ശരിയായിന്? എവിടെയാണ് LDF വന്നിട്ട് ശരിയായിന്? ഒന്ന് പറയണം. LDF വന്നിട്ട് എന്താണ് ശരിയായത്? ഒരു പ്രവാസിക്കുണ്ടായ അനുഭവം നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതേമാതിരി പെൻഷൻ തുകയുടെ കാര്യം, പെൻഷൻ തുക നമുക്കത് കിട്ടും, ഇത് കിട്ടുമെന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ ചത്തായിരുന്നു. ഇപ്പോൾ പെൻഷൻ, അതായത് ഈ ഭരണം അടുത്ത് വരില്ലേ, അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പൈസ ഇറക്കണമല്ലോ. ഈ പൈസയൊക്കെ ഇപ്പോൾ ബീഹാറിൽ മോഡീനെ ജയിപ്പിച്ചിട്ട് എന്തുണ്ടായി? അവസാനം മോഡി ആ 10,000 രൂപ വാങ്ങിയ എല്ലാ ആളുകളെ വീടും ഇടിച്ച് പൊളിച്ച് ആ താമ്പ് തൂമ്പാക്കി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ മാറി ചിന്തിക്കണം. ഞാനിപ്പോൾ ആർക്ക് വോട്ട് ചെയ്യണ്ടേന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ അവർ ചെയ്ത കാര്യങ്ങളാണ്. ഓരോ കാര്യങ്ങളും അവർ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. മുഖ്യമന്ത്രി നമ്മുടെ പിണറായി വിജയൻ, മൂപ്പര് കേരളത്തിലെ ജനങ്ങളെ കാണുമ്പോൾ മൂപ്പർക്ക് എന്താ പറയുക, ഒരു തരം അപമാനിക്കുകയാണ്. കാരണം കേരളം ന്യൂയോർക്കിനെ പോലെ വെല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് അപമാനിക്കുക പറയുമ്പോൾ ന്യൂയോർക്കിലത്തെ ജനങ്ങൾ എവിടെ കിടക്കണം, കേരളത്തിലെ ജനങ്ങൾ എവിടെ കിടക്കണം? അപ്പം ഒരു തരം അപമാനിക്കുകയല്ലേ അത് ശരിക്കും. അതൊക്കെ മൂപ്പർക്ക് കുറച്ച് എന്താ പറയുക, കുറച്ച് മാസമോ കാലമോ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞു. പിന്നെ അതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാറി ചിന്തിക്കണം എന്ന് പറഞ്ഞത് വോട്ട് ചെയ്യുമ്പോഴുള്ള കാര്യമാണ്. അതിപ്പോൾ വോട്ട് ആർക്ക് വേണം ചെയ്യാം. ഇപ്പോൾ ഇത്രയും കാലം നമ്മൾ വേദനകളും അതേപോലെ അപമാനിച്ച് ഒക്കെ രീതിയിലൊക്കെ നമ്മൾ സഹിച്ച് ജീവിക്കണ്ടായി എല്ലാം കൊണ്ടും. അപ്പോൾ അതിനൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഏതിന് വോട്ട് ചെയ്യണം എന്ന് ശരിക്കും ഇപ്പോൾ സംശയം തന്നെയാണ്. കാരണം ആദ്യം അവർ പറഞ്ഞിരുന്നു ഞങ്ങൾ BJP ആയിട്ട് ഒരു ബന്ധമില്ല, ഞങ്ങൾ BJP ആയിട്ട് ഭയങ്കര പ്രശ്നമാണ്. ഇന്നിപ്പോൾ പറയുന്നു ഞങ്ങൾ BJP ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും, RSS ഞങ്ങളുടെ ബന്ധുവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവരെ വാക്കുമാറ്റം ആലോചിച്ച് നോക്കാം. ഓന്തും കൂടി എന്താ പറയുക, ഓന്തും അരണയും കൂടി മാറിപ്പോവും. പരമാവധി നിങ്ങൾ നല്ല രീതിയിൽ ആലോചിച്ചിട്ട് തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ പടുകുഴിയിലാവും വീഴുക. പടുകുഴി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞു തരില്ല.
നമ്മൾ ആരെടുത്തും ഒരു ശത്രുതയോ കാര്യങ്ങളൊന്നും പാടില്ല. പക്ഷേ ഇപ്പോൾ ശത്രുതയും കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ പൊതുവെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് നമ്മൾ എന്തെങ്കിലും നല്ല രീതിയിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ അവർ വരുന്നത് എന്താ പറയുക, വെട്ടാനും തല്ലാനും കുത്താനും മാന്താനൊക്കെയാണ്. അപ്പോൾ രാത്രി അല്ലെങ്കിൽ പകൽ എന്നൊന്നുമില്ല. ഇപ്പോൾ ഏത് സമയവും നമ്മൾ അറ്റൻഷനായിട്ടിരിക്കാം. ഇല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെയായിരിക്കും, ഏത് രീതിയിലായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ വൈകുന്നേരത്ത് നല്ല മഞ്ഞ് പെയ്യുന്നുണ്ട്. വൈകുന്നേരം ഒരു 6:30 മണി കഴിഞ്ഞപ്പോൾ നേരത്തെ ഇരുട്ടാവുകയാണ്. അപ്പോൾ മഞ്ഞ് പെയ്യുമ്പോൾ അധികം നിങ്ങൾ ഈ ബ്രൈറ്റ് ലൈറ്റ് ഇട്ട് പോവാതിരിക്കുക. ഞാൻ ഇതിന് മുന്നേ കുറേ വട്ടം പറഞ്ഞു. പക്ഷേ അധികം വാഹനങ്ങൾ, ബൈക്കായിക്കോട്ടെ, കാറായിക്കോട്ടെ, ബസ്സായിക്കോട്ടെ, ലോറി ആയിക്കോട്ടെ, ഏത് വണ്ടികളാണെങ്കിലും പരമാവധി നിങ്ങൾ ബ്രൈറ്റ് ലൈറ്റ് ഉപയോഗിക്കാതെ ഡിമ്മിൽ പോവുക. ബ്രൈറ്റ് ലൈറ്റ് മറ്റുള്ള വാഹനങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള വെളിച്ചം കിട്ടിയെന്ന് ഉണ്ടായിരിക്കില്ല, വരില്ല. അപ്പോൾ പരമാവധി ഡിമ്മിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് റോഡിൻ്റെ ഇപ്പോൾ നല്ല റോഡെന്ന് പറയാനൊന്നും ഇല്ല കേട്ടോ. ഒക്കെ ഉള്ളേരിയ ആണെങ്കിലും പിന്നെ നാഷണൽ ഹൈവേ ആണെങ്കിലും ഇപ്പോൾ റോഡുകളൊക്കെ വളരെ മോശമാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ പോലെ തൃശ്ശൂർ, പാലക്കാട്, തൃശ്ശൂർ അമ്മയുടെ വീട്, അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല രസമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആ റോഡിൽ കുറച്ച് 2, 3, 5, 6 ആൾക്കാർ മരിക്കുകയൊക്കെ ഉണ്ടായി. അത് റോഡിൻ്റെ സുഖം കൊണ്ടിട്ട് അവരങ്ങനെ മയങ്ങിപ്പോയി മരിച്ചാണ്, അല്ലാതെ അത്ര ആക്സിഡൻ്റായിട്ട് മരിച്ചതൊന്നുമല്ല. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമാണ്. എന്നിരുന്നാലും ഈ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ രാത്രിയിൽ എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവാണ്ടല്ല. പക്ഷെ പിന്നെ അത് ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഒരൊറ്റ പ്രശ്നം മാത്രമാണ്. നിയമത്തിനെ ആർക്കും പേടിയില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ കേരളത്തിൽ, അതായത് നമ്മുടെ ഇന്ത്യത്തെ നിയമത്തിന് എന്താണ് പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണം ഉണ്ടെങ്കിൽ നമുക്ക് നിയമത്തിൻ്റെ അല്ല അതിൻ്റെ അപ്പുറം നമുക്ക് കിടക്കാം. പക്ഷേ ഇവിടെയുള്ള ആൾക്കാരൊക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ എന്താവുന്നോ എല്ലാ കാര്യം ഒരേപോലെ നടത്തിക്കുകയും ചെയ്യും, അതേപോലെ അവർ ചെയ്യുകയും ചെയ്യും. പരമാവധി ഡ്രൈവിങ്ങിൽ കൂടുതൽ പിന്നെ എന്താ പറയുക, സെക്യൂർ ആവുക. അങ്ങോട്ട് തട്ടാനോ മുട്ടാനോ ഒന്നും പോകണ്ട. നിങ്ങളുടെ റോഡിൻ്റെ അവകാശം, അതായത് നിങ്ങൾ ഏത് ലൈനിലൂടെ പോകണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കാം. സൈഡിലേക്ക് തിരിയുമ്പോൾ നിർബന്ധമായിട്ട് ഇൻഡിക്കേറ്റർ ഇടുക. അതേപോലെ എതിരെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു ക്ഷമ കാണിച്ചു കൊടുക്കുക. പരമാവധി നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ മെത്തേഡ് എന്താണോ ആ രീതി നമ്മൾ നീക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ ആരും ഇല്ലാത്ത റോഡാണെന്ന് കരുതിയിട്ട് മര്യാദ തെറ്റിക്കണ്ട. ഞാൻ ഇപ്പം മര്യാദ പറഞ്ഞ് പഠിപ്പിക്കല്ലോ. അപ്പോൾ ഇന്നത്തെ രീതി ഇതാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ട് അങ്ങനെ കോടതിക്ക് വന്നിട്ടുണ്ട്. കോടതിക്ക് വന്നിട്ട് ഇനിയിപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യോ എന്തോ നമുക്കറിയില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയമാണ്. ഒരാൾ വിജയിക്കാൻ പോകുമ്പോൾ ഒരു 1000 ആൾക്കാർ, 1000-ൽ 500, 500-ൽ 100 ആൾക്കാർ നമ്മളെ തളർത്താനേ ഉണ്ടാവുള്ളൂ. ചുരുക്കം കുറച്ച് പേര് മാത്രമേ നമ്മളെ രക്ഷിക്കാനോ അല്ലെങ്കിൽ സംരക്ഷിക്കാനൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് തുടർന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ആർക്കായാലും സഹി കെട്ടുപോകും. കാരണം ഈ വാർത്താമാധ്യമങ്ങളാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇത്രയും പ്രശ്നങ്ങൾ എന്ന് മാത്രമല്ല, പിന്നെ എന്താ പറയുക, ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലും കൂടിയാണ് അവർ വാർത്ത കൊടുക്കുന്നത്. കാരണം അവർക്കാണ് ശരിക്കും നമ്മൾ കേസ് കൊടുക്കേണ്ടത്. അല്ലാതെ കണ്ട പൊന്നാരം ചെയ്തിട്ടിപ്പോൾ LDFൻ്റെ ആൾക്കാർ എന്തൊക്കെ ചെയ്തിരുന്നു, എന്തൊക്കെ അക്രമങ്ങൾ കാണിച്ചിരുന്നു, അതൊന്നും കേസ് ഫയൽ ചെയ്യാൻ ഇവർക്ക് സമയവും കഴിവുമില്ല. പക്ഷേ ഇതിനൊക്കെ ഒരു സമയം വരും, ഇതിനൊക്കെ ഒരു കഴിവും ഉണ്ടാവും. അതെന്തായാലും നിങ്ങൾ ആലോചിച്ച് ഇരിക്കുക. അപ്പം എൻ്റെ സുവിശേഷം ഇന്ന് കഴിഞ്ഞു കേട്ടോ.